കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ ഐതിഹാസികമായ സമരം വിജയിപ്പിച്ചു. അവർ ഓരോ നാട്ടിലേക്ക് മടങ്ങി. ഇനിയും എത്ര സമരം വേണമെങ്കിലും വിജയിപ്പിച്ചെടുക്കാനുള്ള ശക്തിയെല്ലാം ഇവർക്കുണ്ടെങ്കിലും ഇപ്പോഴും ഒരു നാഥനില്ലാത്ത സംഘടനയാണ് അത് എന്ന് പറയേണ്ടി വരും. പ്രസിഡന്റോ സെക്രട്ടറിയോ ഇല്ല. അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന സമര യോദ്ധാക്കൾ അവരുടെ നേതാവായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി അതിൽ ഇടപെടുകയും ചെയ്യുന്നു. നേടി എന്ന് പറയുന്ന വിജയം അത്ര എളുപ്പത്തിൽ കിട്ടിയതല്ല അവർക്ക്. മൃഗീയമായ പീഡനങ്ങളും യാതനകളും മർദ്ദനങ്ങളും എല്ലാം ഏൽക്കേണ്ടി വന്നു. സമരക്കാർ എല്ലാം പിരിഞ്ഞു പോകുമ്പോഴും ഈ പീഡനങ്ങളുടെ ചില അവശേഷിപ്പുകൾ അവിടെ തന്നെയുണ്ട്. അതിൽ രാഹുൽ ഗാന്ധി വളരെയധികം ശ്രദ്ധിക്കുകയാണിപ്പോൾ. അങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായ്ക്ക് രാഹുൽ ഗാന്ധി ഇപ്പോൾ കത്തെഴുതിയത്. അതായത് പാർലമെൻറ്റ് മാർച്ചിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രൂരമായ നടപടികളിൽ മറുപടി ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു എന്നത് സമരക്കാരെ വലിയ സന്തോഷത്തിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ലാത്തി, കണ്ണീർവാതകം, പെല്ലറ്റ് തോക്കുകൾ എന്നിവ ഉപയോഗിക്കാൻ ഉത്തരവിട്ടതാരാണെന്ന് വ്യക്തമാക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആ കത്തിലൂടെ ആവശ്യപ്പെട്ടത്. നമ്മുടെ വിദ്യാർത്ഥികൾ ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ആവശ്യപ്പെട്ടിരുന്നത്. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നതിന് പകരം മാരകമായ ആയുധങ്ങളും കണ്ണീർവാതകവും ഉൾപ്പെടെയുള്ള അനിയന്ത്രിതമായ ശക്തി ഉപയോഗിച്ച് സുരക്ഷാസേന അവരെ ആക്രമിക്കുകയാണ് ചെയ്തത് എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. 100-ലധികം പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. പോലീസുകാർ പെൺകുട്ടികളെ മനഃപൂർവ്വം അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തു. പെല്ലറ്റ് തോക്കുകളുടെ ഉപയോഗം ഏറ്റവും ഞെട്ടിപ്പിച്ചു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റ ചിത്രങ്ങൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഇങ്ങനെ നടക്കുകയാണ്. പെല്ലറ്റ് തോക്കിൽ നിന്നും വെടിയേറ്റൊരു കണ്ണ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 19-കാരനായ വിദ്യാർത്ഥി സാഹിൽ ലോച്ചബിനെ നേരിട്ട് കണ്ട കഥയും രാഹുൽ ഗാന്ധി പറയുന്നു. ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ തലസ്ഥാനത്തെ സുരക്ഷാ ചുമതലകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലായതിനാലാണ് രാഹുൽ ഗാന്ധി അമിത്ഷായിൽ നിന്നും മറുപടി തേടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വെറും കോൺഗ്രസ് നേതാവ് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. തോറ്റുപോയി അല്ലെങ്കിൽ തോൽപ്പിച്ചു വിട്ടു എന്നുള്ളത് കൊണ്ട് വലിയ പക സൂക്ഷിക്കുകയാണ് ഇപ്പോൾ BJP നേതൃത്വം. അതുപോലെ കേന്ദ്ര സർക്കാരും അതിന് തുല്യമാണ്, അതിൽ തർക്കമില്ല. അതെന്നും കരുതിയിരിക്കുന്നത് നല്ലതുമാണ്. അതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ആദ്യം മുതലുള്ള നീക്കമറിയാൻ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമായും 2 ചോദ്യങ്ങൾ അമിത്ഷായ്ക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് തോക്കുകൾ ഉൾപ്പെടെ പ്രയോഗിക്കാൻ താങ്കൾ അനുമതി നൽകിയിരുന്നോ? ഇല്ലെങ്കിൽ ആരാണ് അതിന് അനുവാദം നൽകിയത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ ചോദ്യം. സിവിൽ വസ്ത്രം ധരിച്ച് വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ടടിക്കുന്നതായി കണ്ട വ്യക്തികൾ പോലീസ് ഉദ്യോഗസ്ഥരാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നും ആരാണിവരെ വിന്യസിക്കാൻ അനുമതി നൽകിയതെന്നും രാഹുൽ ഗാന്ധി അമിത്ഷായോട് ചോദിച്ചിരിക്കുന്നു. ക്രൂരമായ അക്രമങ്ങൾ രാജ്യത്തെ പ്രകോപിപ്പിച്ചു. നമ്മുടെ രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ഉത്തരവാദികളിൽ നിന്ന് മറുപടി ആവശ്യപ്പെടുകയാണ്. അവരുടെ ശബ്ദം കേൾക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ അമിത്ഷായ്ക്കൊരു താക്കീതായി നൽകുകയാണ്. ശരിക്കും ഇതിൻ്റെ ഉത്തരമൊന്നും അമിത്ഷായ്ക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ദില്ലിയിലെ വർഗീയ കലാപം നടക്കുമ്പോൾ നമുക്കറിയാം, ആ സംഭവങ്ങൾ ആരും മറന്നിട്ടില്ല. പോലീസിനെ പോലും നോക്കുകുത്തികളാക്കി തെരുവിലിറങ്ങിയ BJP നേതാക്കൾ ഗോളിമാരോ എന്ന് ആക്രോശിച്ചുകൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയത് നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ BJP തോറ്റുപോയി. പക്ഷെ പക അത് BJP വിടില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും വീട്ടിലേക്ക് മടങ്ങിയിട്ടും എല്ലാവരും വീട്ടിൽ പോയിട്ടും രാഹുൽ ഗാന്ധി ഒരു രക്ഷിതാവായി കൂടെ നിന്നത്. അതാണ് ഒരു താക്കീതായും മുന്നറിയിപ്പായും അമിത്ഷായ്ക്ക് ആ കത്ത് രാഹുൽ ഗാന്ധി എഴുതിയത്.